നിങ്ങൾ കണ്ടു എന്ന് പറയുന്നതെല്ലാം സത്യമാണോ, അതോ വെറും കെട്ടുകഥകളോ? ഞാൻ കണ്ടതിന്റെ പകുതി പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. 1298 ജനോയിലെ ഒരു തടവറ. തണുപ്പിന്റെയും തടവറയുടെയും വിരസത മാറ്റാൻ ഒരാൾ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. സഹതടവുകാരൻ അത് ആകാംക്ഷയോടെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ചിലതെല്ലാം എഴുതിയെടുക്കുന്നുമുണ്ടായിരുന്നു. അവർ കഥകൾ തുടർന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ഇരുവരും സ്വതന്ത്രരായി രണ്ടു വഴിക്ക് പിരിഞ്ഞു. പക്ഷേ സഹതടവുകാരൻ തന്റെ സുഹൃത്തിന്റെ കഥകൾ പാഴാക്കാൻ ഒരുങ്ങിയിരുന്നില്ല. സംഭവങ്ങളെല്ലാം ക്രോഡീകരിച്ച അയാൾ അതൊരു പുസ്തകമാക്കി മാറ്റി. അച്ചടി കണ്ടുപിടിക്കുന്നതിനും എത്രയോ മുന്നേ തന്നെ വിപണിയിൽ ഇറങ്ങിയിട്ടും കൈയെഴുത്ത് പ്രതികളായി അവ വിറ്റുപോയി. യൂറോപ്പിലാകമാനം ആ പുസ്തകം വലിയ ചലനം സൃഷ്ടിച്ചു. പലരും അവ കണ്ടെത്തി വായിച്ചു. ചിലർ ആ ഗ്രന്ഥത്തെ പാടെ തള്ളിക്കളഞ്ഞു. നൂറ്റാണ്ടുകൾക്കിപ്പുറം ലോകപ്രശസ്ത പരിവേഷകർ അവരുടെ ബൈബിളായി അതിനെ കണ്ടു. മധ്യകാലത്തിന്റെ ഇരുട്ടിൽ നിന്ന് യൂറോപ്പിനാകെ ഒരു വെളിച്ചം പകർന്നു നൽകാൻ ആ ഗ്രന്ഥത്തിന് സാധിച്ചു. എന്നാൽ അതിന് കാരണക്കാരനായ ആൾ ജീവിതത്തിലെ തന്നെ അവസാന കാലഘട്ടം പരിഹാസശരങ്ങളുടെ നടുവിൽ കഴിച്ചുകൂട്ടി. അയാളുടെ കഥകളെ വെറും കെട്ടുകഥകളെന്ന് പലരും കരുതി. അയാളെ കളിയാക്കാൻ വേണ്ടി മാത്രം നാടകങ്ങളും കവിതകളും രചിക്കപ്പെട്ടു. എന്നാൽ കാലം കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. കളിയാക്കിയവരെ കാലം മറന്നു, എന്നാൽ കളിയാക്കപ്പെട്ടവനെ കാലം മറന്നില്ല. സഞ്ചാരികളുടെ, പര്യവേഷകരുടെ ഇടയിൽ കാലം അയാൾക്കായി ഒരു സിംഹാസനം കാത്തുവച്ചു. 1254 വെനീസിലെ വ്യാപാര ഭീമന്മാരായ പോളോ കുടുംബത്തിൽ ജനനം. മാർക്കോ ജനിക്കുന്നതിന് മുന്നേ തന്നെ പിതാവ് നിക്കോളോയും മാഫിയോയും വ്യാപാര ആവശ്യത്തിനായി വീട് വിട്ടു പോയിരുന്നു. മരുഭൂമികളും പർവ്വതങ്ങളും കടലും കരയും എല്ലാം പിന്നിട്ടവർ വിഖ്യാതമായ മംഗോൾ സാമ്രാജ്യത്തിലെത്തി. ചെങ്കിസ് ഖാന്റെ കൊച്ചുമകൻ കുബ്ലായ് ഖാൻ ആയിരുന്നു സാമ്രാജ്യത്തിന്റെ അധിപൻ. മുത്തച്ഛന്റെ എല്ലാ ക്രൗര്യവും അതേപടി ലഭിച്ചയാളായിരുന്നു കുബ്ലായ് ഖാൻ. പോളോ സഹോദരന്മാരുടെ അറിവും അനുഭവ സമ്പത്തും എല്ലാം കണക്കിലെടുത്ത് കുബ്ലായ് ഖാൻ അവരെ സാമ്രാജ്യത്തിന്റെ ഗുഡ്വിൽ അംബാസിഡറാക്കി മാറ്റി. ഇതിന്റെ ഭാഗമായി ജെറുസലേമിലെ പോപ്പിൽ നിന്ന് വിശുദ്ധ തൈലവും പുരോഹിതന്മാരെയും കൊണ്ടുവരാനുള്ള ചുമതല പോളോ സഹോദരന്മാരെ ഏൽപ്പിച്ചു. അതിന്റെ ഭാഗമായി ദീർഘകാലത്തെ യാത്രയ്ക്ക് ശേഷം അവർ ജന്മനാടായ വെനീസിലെത്തി. മാർക്കോയുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരണപ്പെട്ടിരുന്നു. സ്വാഭാവികമായും അവന്റെ ബന്ധുക്കളായിരുന്നു അവനെ വളർത്തിയത്. തന്റെ 15-ാം വയസ്സിൽ ആദ്യമായി അവൻ അവന്റെ പിതാവിനെ നേരിട്ട് കാണുന്നു. ആ കണ്ടുമുട്ടൽ അവരെ വികാരാധീതനാക്കി. പാരമ്പര്യമായി തന്നെ വ്യാപാരത്തിൽ അഗ്രഗണ്യരായിരുന്ന പോളോ കുടുംബം മാർക്കോയെയും നല്ലൊരു വ്യാപാരിയാക്കാനുള്ള എല്ലാ അറിവും നൽകിയാണ് അവനെ വളർത്തിയത്. നീണ്ട യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ പിതാവിന്റെയും പിതൃ സഹോദരന്റെയും ശിക്ഷണം കൂടിയായപ്പോൾ മാർക്കോ പെട്ടെന്ന് തന്നെ ഉത്തമനായ ഒരു വ്യാപാരിയായി മാറി. ഇതുകൊണ്ട് തന്നെ തിരിച്ചുപോക്കിൽ പോളോ സഹോദരന്മാർ മാർക്കോയെയും ഒപ്പം കൂട്ടി. 1271 ജെറുസലേമിൽ നിന്നും വിശുദ്ധ തൈലവും 2 പുരോഹിതന്മാരുമായി അവർ യാത്ര തിരിച്ചു. എന്നാൽ യുദ്ധങ്ങൾ കാരണം വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. മരുഭൂമികൾ, ചെങ്കുത്തായ മലയിടുക്കുകൾ, ജലാശയങ്ങൾ എന്നിവയെല്ലാം പിന്നിട്ട് യാത്ര തുടർന്നു. എന്നാൽ ഇത്തരം യാത്രകൾ പരിചിതമല്ലാത്ത പുരോഹിതർ യാത്ര പാതി വഴിയെ ഉപേക്ഷിച്ച് തിരികെ പോയി. ഏതാണ്ട് 3 വർഷത്തെ യാത്ര ഇന്നത്തെ സിൽക്ക് റൂട്ട് വഴി വിവിധങ്ങളായ സ്ഥലങ്ങളും ആളുകളെയും സംസ്കാരങ്ങളെയും എല്ലാം കണ്ട് ഒടുവിലവർ പാമിർ പീഠഭൂമി കടന്ന് ചൈനയിലേക്കും. ഒട്ടും വൈകാതെ തന്നെ അവർ കുബ്ലൈ ഖാനെ മുഖം കാണിച്ചു. ഖാന്റെ കൊട്ടാരങ്ങളും ആളുകളും രീതികളുമെല്ലാം മാർക്കോയ്ക്ക് പുതിയൊരു ലോകത്തെത്തിയ പ്രതീതിയുളവാക്കി. ഇത്തവണ പോളോമാർക്ക് ഒപ്പം വന്ന കൗമാരക്കാരനെ ഖാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവന്റെ വിനയം, പെരുമാറ്റം എല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി. ഭാഷകൾ പഠിക്കാനുള്ള അവന്റെ വൈദഗ്ധ്യം അവനെ പുതിയ ഖാന്റെ നയതന്ത്ര പ്രതിനിധികൾ ഒരാളാക്കി മാറ്റി. അതിന്റെ ഭാഗമായി ഇന്ത്യ, ബർമ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും സന്ദർശിച്ചു. ഇതിനോടകം തന്നെ മാർക്കോ പല ഭാഷകളും ആയോധന മുറകളുമെല്ലാം തന്നെ സ്വായത്തമാക്കി. കാലങ്ങൾ കടന്നുപോയി. ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന ഖാൻ നിരന്തരം തള്ളിക്കളഞ്ഞുകൊണ്ടേയിരുന്നു. പോളോമാരെ അത്രയ്ക്കും വിശ്വാസമായിരുന്നു കുബ്ലായ് ഖാനിന്. ശത്രുരാജ്യക്കാരായ ചൈനക്കാരേക്കാൾ ഉന്നത ജോലികളിൽ മറ്റു വിദേശികളെ നിയമിക്കുന്നത് സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഗുണകരമാണെന്ന് ഖാൻ വിശ്വസിച്ചു. ഒടുവിൽ 1292 ഒരവസരം വന്നെത്തി. ഒരു മംഗോളിയൻ രാജകുമാരിയെ പേർഷ്യയിലെ അങ്കൂർ ഖാന് വിവാഹം ചെയ്തു നൽകാൻ തീരുമാനമായി. രാജകുമാരിക്ക് അകമ്പടിയായി ഒടുവിൽ പോളോമാരെ അയക്കാൻ ഖാൻ തീരുമാനിച്ചു. ഒപ്പം ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അനുമതിയും.
17 വർഷത്തെ ചൈനയിലെ ജീവിതത്തിനു ശേഷം അവർ ജന്മനാട്ടിലേക്ക് യാത്ര തിരിച്ചു. 14 കപ്പലുകളിലായി 600ഓളം സേവകരും നാവികരുമായി വലിയൊരു സംഘം തന്നെ ഒപ്പമുണ്ടായിരുന്നു. ചൈനയുടെ കിഴക്കൻ തീരത്തു നിന്ന് തുടങ്ങിയ യാത്ര സുന്ദർലാൻഡിന്റെ ഭാഗമായ പല രാജ്യങ്ങളും കടന്ന് വിയറ്റ്നാം, സുമാത്ര, ആൻഡമാൻ ഐലൻഡ്, ശ്രീലങ്ക വഴി അവർ ഇന്ത്യയിലുമെത്തി. പാണ്ഡ്യ രാജാക്കന്മാരുടെ അധീനതയിലുള്ള ഇന്നത്തെ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളും അവർ സന്ദർശിച്ചു. തഞ്ചാവൂരും കടന്ന് അവർ മലബാറിലെത്തി. ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന ഗ്രന്ഥത്തിൽ വോളിയം 3 അധ്യായം 16-17 ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ദിവസേന 2 നേരം കുളിക്കുന്ന ശീലത്തെപ്പറ്റിയും വലത് കൈകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയും പാത്രം വായിൽ തൊടാതെ വെള്ളം കുടിക്കുന്നതും ചാണകം മെഴുകുന്നതും ജ്യോതിഷം നോക്കുന്നതും അങ്ങനെ അനേകം കാര്യങ്ങളെപ്പറ്റി പറയും. മലബാർ ഒരു അത്ഭുത ലോകമായി അദ്ദേഹത്തിന് തോന്നി. പിൽക്കാലത്ത് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനത്തെപ്പറ്റിയും നീലം, പരുത്തി കൃഷിയെപ്പറ്റി യൂറോപ്യന്മാർ അറിഞ്ഞതും ഇതേ യാത്രാ വിവരണത്തിലൂടെയാണ്. തുടർന്ന് അവർ ഇന്ത്യ മഹാസമുദ്രം കടന്ന് അറബിക്കടൽ വഴി തെക്കൻ പേർഷ്യ വഴി ഹോർമൂസിലെത്തി. പല പ്രകൃതിക്ഷോഭങ്ങളും വെല്ലുവിളികളും എല്ലാം തരണം ചെയ്ത് അവർ ഒടുവിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നപ്പോൾ അവശേഷിച്ചത് ആകെ 18 പേർ. പക്ഷേ അപ്പോഴേക്കും അങ്കുഖാൻ മരണപ്പെട്ടിരുന്നു. ശേഷം അദ്ദേഹത്തിന്റെ മകനുമായി രാജകുമാരിയുടെ വിവാഹം നടത്തി അവർ വെനീസ് ലക്ഷ്യമാക്കി നീങ്ങി. തന്റെ 24 വർഷത്തെ യാത്രയിൽ വ്യാപാരത്തിലൂടെയും മറ്റും സമ്പാദിച്ച അളവറ്റ സമ്പാദ്യവും പേറിയാണ് മാർക്കോ പോളോയുടെ യാത്ര. എന്നാൽ യാത്രാമധ്യേ തുർക്കിയിലെ ട്രാബ്സോണിൽ വെച്ച് അവർ കൊള്ളയടിക്കപ്പെട്ടു. ശേഷിച്ച സമ്പാദ്യവുമായി 1295 അവർ വെനീസിലെത്തി. പക്ഷേ അപ്പോഴേക്കും തങ്ങളുടെ ഭാഷയും വീട്ടിലേക്കുള്ള വഴിയും എല്ലാം തന്നെ അവർ മറന്നുപോയിരുന്നു. ഒടുവിൽ ബന്ധുക്കളെ തങ്ങൾ ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ അവർ നന്നേ പണിപ്പെട്ടു. പക്ഷേ അധികകാലം കുടുംബത്തോടൊപ്പം കഴിയാൻ മാർക്കോയ്ക്ക് കഴിഞ്ഞില്ല. 1298 ജനോയുമായി നടന്ന യുദ്ധത്തിൽ മാർക്കോ യുദ്ധ തടവുകാരനായി. അവിടെ വെച്ചാണ് ആദ്യം പരാമർശിച്ച രംഗവും തുടർന്നുള്ള യാത്രാ വിവരണ ഗ്രന്ഥവും പിറവിയെടുക്കുന്നത്. തൊട്ടടുത്ത വർഷം സ്വതന്ത്രനായെങ്കിലും പിതാവിന്റെ വിയോഗം അദ്ദേഹത്തെ തളർത്തി. 1300 ഡൊണാറ്റിയെ വിവാഹം ചെയ്ത അദ്ദേഹം ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഒടുവിൽ 1324 ജാനുവരി 8 തന്റെ മരണക്കിടക്കയിൽ കഴിയുമ്പോഴും ചുറ്റും കൂടിയവർ അദ്ദേഹത്തോടായി ചോദിച്ചു, നിങ്ങൾ കണ്ടു എന്ന് പറയുന്നതെല്ലാം സത്യമാണോ അതോ വെറും കെട്ടുകഥകളോ? മറുപടിയായി അദ്ദേഹം ഇത് മാത്രം പറഞ്ഞു, ഞാൻ കണ്ടതിന്റെ പകുതി പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല.